Hi everyone. Hello Magle. Welcome guys. Welcome. Okay. See, നമ്മൾ actually discuss ചെയ്യുന്നത് നമ്മൾ actually പഠിക്കാൻ പോകുന്നത് റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്ന ഒരു ഗ്രാമർ ടോപ്പിക് ആണ്. റിലേറ്റീവ് പ്രോനൗണിനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ എനിക്ക് നമ്മൾ സുരാജ് വെങ്ങാറോട് പറഞ്ഞ മാതിരി ഇത് വളരെ നല്ലൊരു ഇതാണെന്ന് പറയുന്നത് പോലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് റിലേറ്റീവ് പ്രോണൗൺ. പക്ഷെ പലപ്പോഴും എന്ത് ചെയ്യും, എല്ലാവരും വിചാരിക്കും റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുമ്പോൾ സംതിങ് ഫിഷി, എന്തോ ഒരു കുനിഷ്ഠ സാധനമാണ്. അത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മക്കൾ അങ്ങനെ പറയാറുണ്ട്. ഇൻ ഷോർട്ട് എന്തായാലും ദിസ് ഇസ് നോട്ട് അറ്റ് ഓൾ എ കുനിഷ്ഠ സാധനം. ഓക്കെ, ഇത് അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രാമറിന്റെ പാർട്ടാണ്. ആക്ച്വലി ദിസ് ഇസ് എന്താണ് റിലേറ്റീവ് പ്രോനൗൺ. ഓക്കെ, ഒരു സംഗതികൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു റിലേഷൻ, ഒരു ബന്ധം നമ്മൾ വെപ്പിക്കുകയാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇവിടെ നോക്കുക നിങ്ങൾ. ആക്ച്വലി ദ ബോയ് ഹു ഗോട്ട് ദ ഫസ്റ്റ് റാങ്ക് ഇൻ മൈ ഈസ് മൈ ബ്രദർ. ഓക്കെ, അതൊരു തെറ്റ്. ഓക്കെ, then use who if the subject is a person, use which അല്ലെങ്കിൽ that if the subject is a thing. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മുൻപ് ഞാൻ ഈ സെന്റൻസിലേക്ക് തന്നെ വരാം. The boy who got the first rank is my brother. ഞാൻ പറയാണ് the boy who got the first rank, ആ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയില്ലേ, അവൻ എന്റെ ബ്രദറാണ് കേട്ടോ. ദ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയില്ലേ, അവൻ ആരാണ്, എന്റെ ബ്രദറാണ്. ദ ബോയ്, ആ കുട്ടിയില്ലേ, ഏത് കുട്ടി, ഹൂ ഗോട്ട് ദ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയില്ലേ, ദാറ്റ് ഇസ് മൈ ബ്രദർ, ഹീ ഈസ് മൈ ബ്രദർ, അവൻ എന്റെ ബ്രദറാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, റിലേറ്റീവ് പ്രോണൗൺ യൂസ് ചെയ്ത് കണക്ട് ചെയ്തു അല്ലെ. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഹൂ ഉപയോഗിച്ചത്, ബിക്കോസ് എന്താണ്, ദിസ് ഇസ് അബൌട്ട് എ പേഴ്സൺ, അതൊരു വ്യക്തിയെ കുറിച്ചായതുകൊണ്ട്. സോ ഒരു വ്യക്തിയെ കുറിച്ചാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, നമ്മളവിടെ ഹൂ കൊടുക്കണം. നേരെ മറിച്ച് ദ ബോയ് വിച്ച് വോൺ ദ ഫസ്റ്റ് റാങ്ക് എന്താണ്, തെറ്റാണ്. കാരണം വിച്ച് എന്ന് പറയുന്നത് എന്തിനു ഉപയോഗിക്കില്ല, നമ്മൾ ഒരിക്കലും ഒരു എന്തിനു ഉപയോഗിക്കില്ല, ഒരു പേഴ്സൺ ഉപയോഗിക്കില്ല. വിച്ച് എപ്പോഴും നമ്മൾ എന്തിനാ ഉപയോഗിക്കുക, നമ്മൾ വസ്തുക്കൾക്കാണ് ഉപയോഗിക്കുക, ഒബ്ജക്റ്റുകൾക്കാണ് നമ്മൾ വിച്ച് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, this is a pen which helps me to write in the iPad. ഇതാണ് ആ പെൻ. ഏത് പെൻ, എന്നെ ഐപാഡിൽ എഴുതാൻ സഹായിക്കുന്ന പെൻ. I used to which because which it is an object. ഇതൊരു ഒബ്ജക്റ്റ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി കം ബാക്ക് ടു ദ നെക്സ്റ്റ് വൺ. ഹൂ നമ്മൾ പറഞ്ഞു, ഇറ്റ് റിലേറ്റ്സ് ടു പീപ്പിൾ. ആളുകളാണ് എന്ത് കാണിക്കുന്നത്, ഇറ്റ് റിലേറ്റ്സ് ടു പീപ്പിൾ, ആളുകളെയാണ് ഇത് കാണിക്കുന്നത്. ദ മ്യൂസീഷ്യൻ ഹൂ റോട്ട് ദിസ് സോങ് ഇസ് അമേരിക്കൻ. ദ മ്യൂസീഷ്യൻ ഹൂ റോട്ട് ദിസ് സോങ്, ഈ പാട്ട് എഴുതിയ ആള് അത് ആരാണ്, അയാൾ അമേരിക്കക്കാരനാണ്. ഇവിടെ നമ്മൾ ഹൂ ഉപയോഗിച്ചത് എന്തുകൊണ്ടാ, ഇറ്റ്സ് എ പേഴ്സൺ, അതൊരു വ്യക്തി ആയതുകൊണ്ട്, അതൊരു ആളായതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു, എന്ത് ഉപയോഗിച്ചിട്ട് നമ്മള് അവിടെ നമ്മൾ ഹൂ ഉപയോഗിച്ചു. ഓക്കെ, നൗ which എന്താണ്, റിലേറ്റ്സ് ടു ആനിമൽസ് ആൻഡ് ഒബ്ജക്ട്സ്. വിച്ച് നമ്മൾ എപ്പോഴും ഇതിനെ ഉപയോഗിക്കുന്നത് ആനിമൽസിനെയും അതേപോലെ ജീവനില്ലാത്ത വസ്തുക്കളെയും. ദിസ് ഇസ് ദ കേക്ക് വിച്ച് മാരി മെയ്ഡ്. ഇതാണ് ആ കേക്ക്. ഏത് കേക്ക്, നമ്മുടെ മേരി ഉണ്ടാക്കിയ കേക്ക്. ദിസ് ഇസ് ദ കുഞ്ഞാട്. വിച്ച് കുഞ്ഞാട്, മേരീസ് കുഞ്ഞാട്, മേരിയുടെ കുഞ്ഞാട്. സോ ആനിമൽസിനും ഒബ്ജക്റ്റ് വസ്തുക്കൾക്കും നമ്മൾ എന്ത് ഉപയോഗിക്കും, നമ്മൾ വിച്ച് ഉപയോഗിക്കും. നെക്സ്റ്റ് നിങ്ങൾ നോക്ക്, ദാറ്റ്. നെക്സ്റ്റ് നമ്മൾ ഏതാ പറയുന്നത്, ദാറ്റ് റിലേറ്റ്സ് ടു പീപ്പിൾ, ആനിമൽസ് ആൻഡ് തിങ്സ്. That we use to indicate people, animals and things. വസ്തുക്കളും അതേപോലെ മനുഷ്യർ അതേപോലെ ആനിമൽസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ we use that. The book that I'm reading is very interesting. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമില്ലേ, the book that I'm reading is very interesting. ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമില്ലേ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നെക്സ്റ്റ് ഇറ്റ് ഇസ് എന്താണ്, when ആണ്. when എന്താ, refers to time, എപ്പോൾ അല്ലെ. when എപ്പോഴും എന്തിനെ കുറിച്ചാണ്, സമയത്തെ കുറിച്ചാണ് നമ്മളത് ചോദിക്കുക. when always എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ടൈമിനെ കുറിച്ചാണോ. see refers to time. the day when the party takes place is Sunday. the day, ഏത് day, when the party takes place, പാർട്ടി ഉണ്ടായിരുന്നില്ലേ, it was Sunday, സൺഡേ ആണ് കേട്ടോ. സോ സമയത്തെ സൂചിപ്പിക്കാൻ നമ്മൾ ഏതോ ഉപയോഗിക്കുക, when ഉപയോഗിക്കും. നെക്സ്റ്റ് ഇറ്റ് ഇസ് where ഇത് കേട്ടാൽ തന്നെ we know that it indicates it belongs to എന്തിലേക്കാണോ, it belongs to places അല്ലെ, സ്ഥലങ്ങളിലേക്ക്. see this is the school where we learn everything. ഇതാണ് ആ സ്കൂള്. ഏത് സ്കൂള്, where we learn everything, നമ്മളെല്ലാം പഠിക്കുന്ന സ്കൂള്. this is the school. so this is the school where we learn everything, നമ്മളെല്ലാം പഠിക്കുന്ന സ്കൂൾ ഏതാണ്, this is the school, നമ്മൾ പഠിക്കുന്ന സ്കൂൾ ഇതാണ്. so where indicate എന്ത് ചെയ്യുന്നതാണ്, places, സ്ഥലത്തെ. this is the ground where we met അല്ലെ. ഇവിടെ എന്താ പറയുന്നത്, ഈ സ്ഥലത്താണ്, this is the ground, ഇതാണ് ആ ഗ്രൗണ്ട്. ഏത് ഗ്രൗണ്ട്, where we met, നമ്മൾ കണ്ടുമുട്ടിയ ഗ്രൗണ്ട് ഏതാണ്, ഇതാണ്. നോക്കുക, that
that was the happiest moment when we were kids. അതായിരുന്നു ഏറ്റവും നല്ല സമയം. ഏത് സമയമാണ്, എപ്പോഴാണ്? when we were kids, നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത്. നോക്ക്, here we have some examples. I saw a girl dash was carrying a basket on her head. It is about ആരെ കുറിച്ച്, ഒരു പേഴ്സണെ കുറിച്ച്. So who was carrying, എന്ത് വേണം ഇവിടെ, who was carrying a basket on her head. It is a book dash will interest children of all ages. It is about ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം, which can be written here, which will interest children of all ages, അല്ലെ? എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും എന്ത് ചെയ്യും, ആകർഷിക്കാൻ പറ്റാവുന്ന ഒരു പുസ്തകമാണ്. നോക്ക്, എ റൈഡർ ഈസ് എ പേഴ്സൺ. റൈഡർ എന്ന് പറയുന്നത് ആരാണോ, ഹു റൈഡ്സ്, വാഹനം ഓടിക്കുന്നത് ആരാണോ അയാളെ നമ്മൾ എന്ത് വിളിക്കുന്നു, നമ്മളിവിടെ എന്ത് വിളിക്കുന്നു, റൈഡർ എന്ന് വിളിക്കുന്നു. ദ ഹൗസ് ഡാഷ് അനിൽ ബോട്ട് ലാസ്റ്റ് മന്ത് വാസ് എൻ ഓൾഡ് വൺ. ദ ഹൗസ് ദാറ്റ് അനിൽ ബോട്ട്, അനിൽ വാങ്ങിയ വീടുണ്ടല്ലോ, അതെന്തായി പോയി, വളരെ പഴയൊരു വീടായി പോയി. നെയിം ദ ബുക്ക് വിച്ച് യു റെഡ് റീസെന്റ്ലി. നീ ഏത് പുസ്തകമാണ് ഈ അടുത്ത കാലത്ത് വായിച്ചത്? നെയിം ദ ബുക്ക്, നീ വായിച്ച പുസ്തകത്തിന്റെ പേര്. ഏത് പുസ്തകം? യു റെഡ് റീസെന്റ്ലി, നീ വളരെ ലാസ്റ്റ് ആയിട്ട് വായിച്ച പുസ്തകം. അപ്പൊ നോക്ക്, നമുക്ക് ഇവിടെ വിച്ച് ഇല്ല, അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം, ദാറ്റ് യു റെഡ്. ബിക്കോസ് നമ്മൾ പറഞ്ഞു എന്താണ്, ബുക്ക് എന്താണ്, തിങ് ആണ്, ഒബ്ജക്റ്റ് ആണ്. നമുക്ക് അതുകൊണ്ട് എന്ത് കൊടുക്കാം, ഇത് കൊടുക്കാം. തിങ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനെ ദാറ്റ് കൊടുക്കാം. സോ ഇവിടെ നമ്മൾ എന്ത് പറയണം, നെയിം ദ ബുക്ക് ദാറ്റ് യു റെഡ് റീസെന്റ്ലി. This is the house dash Jane built. Okay, എന്താണ്, ഇതാണ് എന്താ നമ്മുടെ ഹൗസ്. ആര് ബിൽറ്റ് ചെയ്ത, that Jane built ചെയ്ത. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ? അപ്പൊ മക്കളെ, ഇതാണ് നമുക്ക് എന്താ ഇന്ന് പഠിക്കാനുണ്ടായിരുന്ന റിലേറ്റീവ് പ്രോനൗൺ. അപ്പൊ ഇപ്പൊ കുറച്ച് ഇതായി തോന്നുന്നുണ്ടോ, അതല്ലെങ്കിൽ എന്താണ് ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നുണ്ടോ? ഐ ഹോപ്പ് ദാറ്റ് ആഫ്റ്റർ വാച്ചിങ് ദ വീഡിയോ, ആഫ്റ്റർ ഹിയറിംഗ് മീ, യു ഗൈസ് ആർ ഫീലിംഗ് ദാറ്റ് ഇറ്റ് ഈസ് എ ബിറ്റ് ടോപ്പിക്, അല്ലെങ്കിൽ എന്താണ് കുറച്ചും കൂടി ഡിഫിക്കൽട്ടി ഒക്കെ കുറഞ്ഞു എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പൊ യെസ്, അപ്പൊ എന്താണ് ഇതേപോലുള്ള കുറെ ഗ്രാമർ കോണ്ടന്റുമായിട്ട് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. സോ ബൈ ബൈ.